ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വോക്ക് ആൻഡ് ലാഡൽ. ഇന്ന് നമുക്ക് വോക്ക് ആൻഡ് ലാഡലിൽ ഒരു സിമ്പിൾ റൈസ് റെസിപ്പീസ് കാണാം. കൊറിയാണ്ടർ റൈസ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ബിരിയാണി വെക്കാൻ അല്ലെങ്കിൽ നെയ്ച്ചോറ് വെക്കാനൊക്കെ എടുക്കണ ആ അരിയിൽ ഏത് അരി എടുത്താലും മതി. പിന്നെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, സവാള, അതുപോലെ തന്നെ ചപ്പ്, പുതിന, പിന്നെ ഇഞ്ചി, 2 ചെറിയ ഉള്ളി കേട്ടോ, പിന്നെ വെളുത്തുള്ളി ഒരു 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നടു കീറിയതാണ്. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുറച്ച് വലിയ ജീരകം, ബേ ലീവ്സ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇത്രയും സാധനങ്ങളിൽ ചപ്പ്, പുതിന, ഇഞ്ചി, ഈ ഒരു ഭാഗം ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഇത് നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിന് സ്പൈസസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാലകൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്താലും മതി. അതുപോലെ തന്നെ ബേ ലീവ്സ് ഇപ്പോൾ ചേർക്കണില്ല. അത് സവാള ചേർത്തതിന് ശേഷം ഒന്ന് വഴന്നതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുഴഞ്ഞ് വരണം. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരണം. നന്നായിട്ട് വെന്ത് നല്ലൊരു ഇതാവണ്ട, ഒരു 1/4 വേവായാൽ മതി. അതൊന്ന് കുഴഞ്ഞ് വന്നാൽ മതി, ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. അപ്പോൾ അത് ഏകദേശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 1/4 പരുവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ബേ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി ഡ്രൈൻ ചെയ്ത അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലുള്ള ജലാംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് ഒന്ന് വറുത്തെടുക്കുക എന്നൊക്കെ പറയില്ലേ. അത് നന്നായിട്ട് വറുക്കൊന്നും വേണ്ട. ഒരു ജസ്റ്റ് ഒന്ന് അതിലത്തൊരു വെള്ളമൊക്കെ ഒന്ന് വറ്റി അരിയൊക്കെ ഒന്ന് പൊട്ടണ ഒരു പരുവം ആയാൽ മതി. ഇങ്ങനെ ചെയ്താൽ ആ ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്.
ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കാനോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വെക്കണ്ട. പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിയിട്ട് നമ്മൾ ചോറ് വേവാത്ത രൂപത്തിലായി മാറും. ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സാലഡും ബീഫ് ഫ്രൈയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ, ബെസ്റ്റ് റൈസാണ് ഇന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എരിവൊന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് കണ്ടത്. അതുപോലെ തന്നെ അങ്ങനെ ബിരിയാണി ഇതൊക്കെ കഴിച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഇത് ഹെവി ഒന്നുമല്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഡ റെസിപ്പി, ഒരു സ്വീറ്റും അതുപോലെ തന്നെ ഒരു സാൾട്ടും, ആ 2 റെസിപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പുതിന ഇലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ടിലോയുടെ ക്ലബ് സോഡയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി തണുപ്പൊക്കെ കളഞ്ഞ് കുറഞ്ഞ ഒരു തണുപ്പിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയൊരു ഗ്യാസും ഹൈ ഇതൊന്നും റേഞ്ചൊന്നും ഇല്ല, ഒക്കെ കുറച്ചിട്ടുണ്ട്, കുട്ടികളും കുടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തണുപ്പ് മാക്സിമം കുറച്ചിട്ടുണ്ട്. എന്നാലും കുറഞ്ഞൊരു തണുപ്പിലാണ്, കൊറോണ ടൈമും ഇതൊക്കെ ആയതുകൊണ്ട് ഹെവി ആയിട്ട് വേണ്ട എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. ഇതേപോലെ തന്നെ നമുക്ക് സാൾട്ടി ആയിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടേസ്റ്റി സോഡ റെഡിയായി. ഇനി സാൾട്ടി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ സിമ്പിളാണ്. നമ്മൾ ഉണ്ടാക്കുക പോലെ തന്നെയാണ്. ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക, അതിലേക്ക് മെൻ ലീവ്സ് അതായത് പുതിനയില ചേർത്ത് കൊടുക്കുക, പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് പാകത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി നേരെ സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് കേട്ടോ ജീരക സോഡ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ജീരകം വെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ഈ ചെറുനാരങ്ങ ടേസ്റ്റിന് പകരം ജീരക ആ വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജീരക സോഡയാവും. അപ്പോൾ ഇതിതാ സാൾട്ടി ആയിട്ടുള്ള ലെമൺ സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.